ടൈം ട്രാവലിന്റെ ഒരു മെഷീൻ കിട്ടി. നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആദ്യം ഓണാക്കും, അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യും? ഓഫ് ആക്കും. ഇപ്പത്തെ പുതിയ വട്ടാന്ന നാട്ടുകാർ പറയുന്നത്. എന്ത് ചോദിച്ചാൽ അടിച്ചു കയറി വന്നാ പറയണത്ര. പൊന്നപ്പച്ചേട്ടാ എനിക്ക് ഫയർഫോഴ്സിൽ ജോലി കിട്ടിയാ. ജോയിൻ ലെറ്റർ കിട്ടി. ഞാൻ നേരെ ഇങ്ങോട്ടാ വരുന്നേ. ഒന്ന് അടിച്ചു കയറാൻ. നല്ല കാര്യം. പിന്നെ ഒരു മിനിറ്റ്, ഒരു കോള്. അതെ പൊന്നപ്പച്ചേട്ടാ. പൊന്നപ്പച്ചേട്ടനാ കാര്യം പറയണോ? ഫയർഫോഴ്സ് അല്ലേ? അതെ ഫയർഫോഴ്സ് ആണ്. എന്റെ അച്ഛൻ കിണറ്റിൽപ്പെട്ടു കേട്ടാ. താൻ കിണറിന്റെ അടുത്തുണ്ടോ? ആയിട്ട്. എന്നാ ഫോൺ സ്പീക്കറിലിട്ടെ. ഒരു മിനിറ്റ് കേട്ടാ. ആയിട്ട്. അല്ലേ പറ മക്കളെ. അത് നോക്കി പിന്നെ അടിച്ചു കയറി വാങ്ങിക്കോട്ടെ. ഗീവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവന് പ്രാന്താണ്, കള്ളപ്പാണ്. കടയാടി മക്കളെ, തൃശ്ശൂർ ഞാൻ ഗീവ് ആയിട്ട് തരാൻ പോവാ. 3 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യടാ. നീ എന്തിനാണ് എന്നെ മെൻഷൻ ചെയ്തത്? തൃശ്ശൂർ നമുക്ക് കിട്ടിയ പൂരൊക്കെ പിന്നെ നമുക്ക് നടത്തിക്കൂടെ? പോയടാ. എന്റെ അമ്മൂമ്മക്ക് വയ്യടാ. ആംബുലൻസ് കൊടുക്കടാ. ജോജി നമ്മുടെ പുതിയ ഗീവയ്ക്കകത്ത് ആംബുലൻസാ ഗീവ് ആയിട്ട് കൊടുക്കുന്നത്. നിന്നെ ടാഗ് ചെയ്ത് നമുക്ക് കിട്ടും. ഇന്നത്തെ ഗീവ് കിട്ടിയില്ലട്ടാ. നമുക്ക് നാളെ വേറൊരു ഗീവ് ഉണ്ട്, അതിൽ പിടിക്കാം. പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇവിടെ നോ പണി പൊള്ളിയാ. നിന്റെ തൊട പോരല്ലോടാ. അമ്മയും പറയൂ. ഇനിയിപ്പോ രാവിലെ മുട്ടയും പാലോ കഴിക്കുന്നുണ്ട്. അതല്ല നിന്റെ ഈ തൊട. ഇയാളെങ്ങോടാ? ഇവിടെ ഷവർമയൊക്കെ എങ്ങനെടാ? ബുധന വേണ്ട ഇറച്ചി വയ്ക്കും. നീ ഇവിടെ കാറ്റില്ലാത്ത ലൈസാ കൊടുക്കുന്നതെന്ന് കേട്ടു. ഞാൻ രാവിലെ പൊട്ടിച്ചിരി കാറ്റ് കൊടുക്കും. പോരാളിച്ചക്ക, എനിക്ക് നിന്നെ മാത്രം നോക്കിയാൽ മതി. നിന്റെ കൂട്ടുകാരെ നീ വാർന്നവരെ ശവായി കമ്പ്യൂട്ടർ ഞാൻ കറക്കും. ഗുഡ് മോർണിംഗ് സാർ. സാർ ഇവിടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഗീവ് അവേ ചെയ്യുന്നു അറിഞ്ഞു. അതുകൊണ്ട് 3 മെൻഷൻ. എന്തോന്നു? അല്ല സാറിന്റെ ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കുന്നതെന്ന് കേട്ടു. ആടാ ഞാൻ അടിച്ചുണക്കായിട്ടിരുന്നു. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇച്ചിരി ധൃതിയുണ്ട്. ഇറങ്ങിപ്പോടാ കൂടെ. പഠിക്കാൻ ആഗ്രഹിച്ചൊന്നവരെ അധിക്ഷേപിക്കരുത് സാർ. നീ എന്റെ കൂടെ ഇരുന്ന് പഠിച്ചവനല്ലേടാ. ഞാൻ IPS ആവാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. ഈ ഒന്ന് വേഗം ആദ്യം +2 കഴിക്കാം. അപ്പൊ മാത്സ് അല്ലേ? എന്തൊക്കെ അറിയാം? ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് സാർ മാത്സ്. അയ്യോടാ അത് ഭയങ്കര അറിവായി പോയല്ലോ. സാറാ മറ്റേ തീറ്റ ഇല്ലേ? എന്തോടാ കാലി തീറ്റ? അല്ല ഈ കണക്കിനകത്തുള്ള തീറ്റ. നിനക്കൊക്കെ 4 നേരം തീറ്റ കിട്ടുന്നതിന്റെ ആണ് ഇതൊക്കെ. നീ 60 ഡിഗ്രി ആംഗിൾ ഒന്ന് വരച്ച്. ഓക്കെ. ഇതാരിത്? എന്റെ അങ്കിൾ ജോസ് അങ്കിൾ മരിച്ചുപോയി. ഓ അപ്പൊ അവന് UK കോപ്പാവാൻ പറ്റൂ? അവൻ കോപ്പാവും. സാറാരാണ് കണക്കിന് തന്നെ? 5 15. അച്ഛനകത്തോട്ട് വിളി. ഇല്ല നമുക്ക് പുറത്തോട്ട് പോയിട്ട് പിതാവേ. മോനെ, അച്ഛൻ കുറച്ച് അവലൂസ് ഉണ്ടായിട്ട് വന്നേ. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? എല്ലാണോ അടിച്ചോളട്ടെ. സിഗരറ്റിന്റെ പാക്കറ്റൊക്കെ ഒന്നും പേടിക്കണ്ട. സംശയിക്കാത്ത രീതി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സംശയമേ ഇല്ല. എന്തുവാടാ പാട്ടി പണ്ടിങ്ങി വെച്ചേക്കുന്നത്? 500 പാക്കറ്റ് സിഗരറ്റ് വിഴുങ്ങണം. ബാക്കി ഡിസൈൻ അപ്പുറത്തോ? ലൈൻ റെഡി, ലൈൻ റെഡി. ഒരു ലൈൻ കുറവാണല്ലോ. നിങ്ങൾക്ക് എത്ര കിലോ ഉള്ള പോത്തിനെ വേണം? ഒരു 2000 കിലോ ഉള്ള പോത്ത് ചേട്ടാ. 2000 കിലോ ഉള്ള പോത്താ? ഒരു കാര്യം ചെയ്യണം മോനെ, താഴെ വായിൽ ഒരു പോത്തിനെ കിട്ടിയിട്ടുണ്ടേ, അവനെ കഴിച്ചോണ്ടോ. എന്നിട്ട് അവനെ കൂടെ അങ്ങ് ഒട്ടിക്കുക നമുക്ക്. എന്നിട്ട് ഒരു പോത്തെന്നങ്ങ് പറ. ചേട്ടാ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവില്ല ചേട്ടാ, അതുകൊണ്ടാണേ. എന്നാൽ നാളെ 7:30 സ്പെഷ്യൽ ക്ലാസ്. ഞാൻ പോത്തിനെ പറ്റിയും പശുവിനെ പറ്റി എരുമെ പറ്റിയും ക്ലാസ് എടുത്തു തരാം കേട്ടാ. ചേട്ടാ ഇതിനൊരു വില പറ. എന്ത്? എന്റെ കുഞ്ഞുങ്ങൾക്ക് വില പറയാനോ? എങ്കിൽ എഴുതിയെങ്കിലും കാണിക്കടോ, പറയാൻ പറ്റത്തില്ലെങ്കിൽ. വിൽക്കാനല്ലേ ചേട്ടാ ഇവിടെ വളർത്തുന്നത്? ഇതിനെ വിൽക്കാനല്ല ഞാൻ വളർത്തിയത്. പിന്നെ ഞങ്ങൾക്ക് കഴപ്പാണോ വെറുതെ ഒരു പോത്തിനെ വളർത്താൻ? നീ ചോദിച്ച ഈ സെയിം ചോദ്യം ഞാൻ വേറെ വേവിലി കൂടെ ചോദിക്കണേ. നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വട്ടാണോ നിന്നെ ഇങ്ങനെ പോത്തിനെ പോലെ വളർത്താൻ? സാറേ പഴയതെടുക്കാൻ വന്നത് എന്തെങ്കിലും ഉണ്ടോ? പഴയത് ഒരു സീബ്ര ഇരിപ്പിട്ട് വേണമെങ്കിൽ കൊണ്ടൊക്കെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? സോറി സാർ, പഴയ കോമഡി ഒന്നും എടുക്കില്ല. അതാ വേലിന്റെ അടുത്തൊരു സൈക്കിൾ ഉണ്ട്, അതെടുത്തിട്ട് പൈസ തരും. അത് അയൽവാസിയുടെ. അതെ അത് പറ്റില്ല. സാറിന്റെ സ്വന്തം സാധനം തന്നാൽ മാത്രം എടുക്കുള്ളൂ. സ്വന്തം സാധനം വേണോ? എന്നാ അച്ഛനെ എടുത്ത് കൊടുത്താലോ? അമ്മേ അത് പറ്റില്ല.
സൈക്കോളജി നിനക്ക് മാത്രമല്ലോടാ തന്ത. തന്ത്രനായ മോൻ ഉണ്ടാവുന്നതാണ് തച്ചു. എടാ തന്തയില്ലാത്തരം പറയരുതേ എന്ന് പറയണമെന്നുണ്ട് എനിക്ക്. പക്ഷെ നിന്റെ തന്ത ഞാനായി. എന്താ സർ കണ്ണെന്ന് പറഞ്ഞു? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ കറങ്ങുന്ന കാണിക്കാൻ വിളിച്ചു തന്നെ. എടോ തന്നെ ഞാൻ കണ്ടിട്ട് എനിക്കിപ്പോ നല്ല സംശയം താൻ എന്റെ ബന്ധുവാണോ എന്ന്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. എന്താ സർ കണ്ടത്? താൻ കുതിരപ്പുറത്ത് പോണു. എന്റെ പൊന്നു സാറ്, ഞാൻ ആകെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. എന്ത് ഇതിനെ മാനുഫാക്ചർ ചെയ്തത്? ഞാൻ അറിഞ്ഞില്ല അതിന് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ. 2 ദിവസത്തെ ലീവ് വെച്ചു. എന്താ വേണം? അങ്ങേരത്ത് നാട്ടിൽ പോകാൻ പറ. എന്നിട്ട് ആ യൂണിഫോം എടുത്തിട്ട് നീ വന്നിരിക്കും. ഇവിടെ ഇവിടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പിള്ളേരുണ്ടായിരുന്നു. നമ്മൾ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേഷൻ. ഇവനോ? സാർ മൈ ഇംഗ്ലീഷ് ഇസ് ഇൻ ദ ബെൽ. 2 ഡയലോഗ് പറയടാ. പിങ്കി പിങ്കി പോങ്കി മൈ ഫാദർ ഇസ് എ ഡോങ്കി മൈൻഡ്. ഇവനെന്തോടാ കുഴപ്പം? നീ മാതിരി ചീള കേസിൽ എന്നെ വിളിച്ചു വരുന്നത് കേട്ടല്ലേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.